അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത്. ഇന്നൊരു കുട്ടി വ്ളോഗാണ്. ഞങ്ങളുടെ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റൂഫ് ലുലുവിൽ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പം മാംഗോ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഒരുപാട് മാംഗോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോവുകയാണെങ്കിൽ നോക്കിയിട്ട് നല്ലതാണോ നോക്കിയിട്ടൊക്കെ എടുക്കുക. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ദേ ഇവിടെ കുറച്ച് അവക്കാഡോസൊക്കെ നല്ലത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവക്കാഡോസ് എങ്ങനെയാണ് നല്ലത് നോക്കുക എന്നുള്ളത് ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഈ ടോപ്പ് സ്റ്റെമ്മിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അടിയിൽ ഗ്രീൻ ആണെങ്കിൽ നല്ല പഴുത്തിട്ടുള്ളതായിരിക്കും കേട്ടോ. കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളർ പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ലതായിട്ട് പഴുത്ത് വരിക. അപ്പോൾ അതിൽ തന്നെ ഞാൻ കുറച്ച് ഫിഷ് നല്ലതുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അതുപോലെ തന്നെ കടുക്കയും എരുന്തൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ നല്ലതാണോ നോക്കി. പിന്നെ കുറച്ച് ഫിഷൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ ആദ്യം തന്നെ കൊടുത്തിട്ടോ. പിന്നെയുള്ള പരിപാടിയാണ് വെജിറ്റബിൾസ്. അപ്പോൾ ആ സമയം കൊണ്ട് അതൊക്കെ അവർ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കുമല്ലോ. ഞാനിത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ ഇപ്പോൾ ഈ മധുരമുള്ള ഐറ്റംസിലേക്ക് വെക്കുന്ന എൻ്റെ കണ്ണ് പോലേ ഇല്ല. കുറച്ച് കാലത്തേക്ക് അതൊന്നൊക്കെ കുറച്ച് ഒന്ന് ബാക്കൗട്ട് അടിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ഉള്ളത് ചിക്കനും കാര്യങ്ങളൊക്കെ അതുപോലെ കാടയൊക്കെ എടുക്കുന്നുണ്ടേനും. അപ്പം കാടയൊക്കെ ഓൾറെഡി ക്ലീൻഡ് ആണ്. ചിക്കൻ ക്ലീൻഡ് ആണെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് കുക്ക് ചെയ്യാമല്ലോ. പിന്നെ ഇതേ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് വീക്ക് വരെ ഉള്ളതേ വാങ്ങാറുള്ളൂ. ഒരുപാട് വാങ്ങി വെച്ചാൽ ഇപ്പോൾ ചൂടാണ്, പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളത്. കുറേ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ചീത്തയാവും, പുറത്ത് വെച്ചിട്ടാണെങ്കിലും ഓഫ് കോഴ്സ് അത് ചീത്തയായി പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാം. കുറേ ഒരുപാട് വാങ്ങിക്കൊണ്ട് വെച്ചാൽ നമുക്ക് അത് പകുതി യൂസ് ചെയ്ത് പകുതി കളയേണ്ടി വരും. അപ്പോൾ എപ്പോഴും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വാങ്ങുക. ഇച്ചിരി കുറച്ച് വാങ്ങിച്ചാലും കുഴപ്പമില്ല. അത് അത്ര പെട്ടെന്ന് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പം ഞാൻ മാക്സിമം പുറത്ത് പോയിട്ടാണ് വാങ്ങാൻ ശ്രദ്ധിക്കാറ്. കാരണം എന്താ വെച്ചാൽ പുറത്ത് പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇച്ചിരി സ്ട്രെസ് ഫ്രീ ആവും. നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ കാര്യമില്ല അല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ടെൻസ്ഡ് ആവും. ഓവർ ടെൻസ്ഡ് ആവാതെ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അഥവാ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫാമിലിൻ്റെയൊക്കെ കൂടെ പുറത്തൊക്കെ പോയി കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ കുറച്ച് ടെൻഷനൊക്കെ മാറും കേട്ടോ. ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ട്രെസ്സൊക്കെ മാറാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ. ഇപ്പോൾ ചിലർക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ടെൻഷനുകളൊക്കെ പോവും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഖുർആനൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പം അങ്ങനെ ടെൻഷനൊക്കെ പോവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കുറച്ചും കൂടി അധികം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാൻ ആ ഒരു ടിപ്പൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അത് റീസെൻ്റ്ലി തന്നെ ഞാൻ CGയുടെ ഒരു വീഡിയോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷനിൽ ഡോക്ടർ സംഗീത് ഉണ്ട്. അവർ നല്ല രീതിയിലാണ് നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് എങ്ങനെ ഇരിക്കാം, സ്ട്രെസ് അപ് ടു ദ ലെവൽ സ്ട്രെസ് ഓക്കെയാണ്, ഒരു ലെവൽ കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എങ്ങനെയൊക്കെ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുപോലത്തെ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ അതേ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോവാണേ. ഇതിപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ കുക്കിംഗ് ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ മോൻക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇക്കാക്കൊരു സ്മൂത്തിയൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരും ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നെക്സ്റ്റ് കുക്കിങ്ങിലാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഫൈബർ ഇൻക്ലൂഡ് ആയിരിക്കാമെന്നും അതുപോലെ തന്നെ ഫുഡിൽ ഇനഫ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടാമെന്നും ഇനഫ് ആയിട്ടുള്ള കാർബ്സും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പൊതുവേ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് ചിലപ്പോൾ നമുക്ക് അത് പറ്റില്ല അല്ലേ, അങ്ങനെ വിട്ടു പോകാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഹെൽത്ത് എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നമ്മളുടെ ഹെൽത്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, അതായത് ഓവർ കോൺഷ്യസ് അല്ല, പക്ഷെ അതും ഒരു ലെവൽ വരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, നമ്മളിന്ന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ബോഡീനെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്, നമ്മുടെ ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ വരും. കാരണം നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെന്ന് തോന്നൂല്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് വരും കേട്ടോ. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടമുള്ളത്, ചിലർക്ക് കുക്കിംഗ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനത്തവരുടെ ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുക കേട്ടോ. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉമ്മയോ അമ്മയൊക്കെ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എനിക്ക്
പറ്റാത്ത ടൈമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് എയർ ഫ്രൈ ആയിട്ടുള്ള കാട വെക്കുകയാണ്. മിനിമൽ ഓയിൽ, അത് ഞാൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരി ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ഇത്രയും കാടയ്ക്ക് വേണ്ടിയിട്ട് അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് എയർ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓയിൽ കഴിച്ചിട്ടുള്ള ഗിൽറ്റി ഫീൽ ഇല്ല. എന്നാലും നമ്മളുടെ എന്തെങ്കിലും ക്രേവിങ്സ് ഒക്കെ ഉണ്ടാകുമ്പം വീക്കെൻഡിൽ നമുക്കത് എന്തെങ്കിലും കഴിക്കുമ്പം അതൊരു രസമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ഇഷ്ടമില്ലാത്ത എല്ലാ ഫുഡും ഇങ്ങനെ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാതെ ഇരിക്കുമ്പോഴേ അത് നമുക്കുള്ളിൽ ഭയങ്കര ക്രേവിങ് വന്ന് നെക്സ്റ്റ് വീക്ക് അതെല്ലാം കൂടി ഓവറായിട്ട് എടുത്തിട്ട് പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇതേത് ഉമ്മി നല്ലൊരു പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇച്ചിരി റൈസൊക്കെ പ്രിപ്പയർ ചെയ്തു. പിന്നെ ഒരു ചെറിയ സാലഡും പിന്നെ പപ്പടവും ഒക്കെ ആയിട്ട് നമ്മളുടെ ലഞ്ച് അടിപൊളിയായിരുന്നു, അൽഹംദുലില്ലാ. അപ്പം ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. പ്രോപ്പറായിട്ടുള്ള മീൽ എപ്പോഴും എടുക്കുക, അതിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറയുന്നത് തടി ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നോ അതല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മളുടെ ഹെൽത്ത് അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഓക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു 3 മന്ത്സിലോ എവരി 6 മന്ത്സിലോ ഇന്ന് മെഡിക്കൽ ചെക്കപ്പ്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുമല്ലോ. അപ്പോൾ നമ്മളെ തന്നെ സൂക്ഷിച്ചിരിക്കുക, നമ്മളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക, എക്സസൈസ് ചെയ്യാൻ മറക്കരുത്. അതൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കും, ഹാപ്പി ഹോർമോൺസ് കൂട്ടും. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.